എറണാകുളത്ത് പനി വ്യാപകമാവുകയാണ്. ഈ ആഴ്ച മാത്രം ജില്ലയിൽ 210 പേർക്കാണ് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. ഈ മാസം ഇതുവരെ 5000-ലേറെ പേർക്ക് ജില്ലയിൽ പനി ബാധിച്ചുവെന്നാണ് റിപ്പോർട്ട്. കൃഷ്ണപ്രിയ AR ഉണ്ട് വിശദാംശങ്ങളുമായി. കൃഷ്ണപ്രിയ, അല്പം ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? എറണാകുളത്ത് പനി വ്യാപകമാവുകയാണ്. മഴക്കാലമാണ്, പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്ന സമയമാണ്. ഈ ആഴ്ച മാത്രം ജില്ലയിൽ 210 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഇതുവരെ 5000-ലേറെ പേർക്കാണ് ജില്ലയിൽ പനി ബാധിച്ചിട്ടുള്ളത്. എറണാകുളത്തെ പനിക്കണക്കുകളാണ് പുറത്തു വരുന്നത്. ഡെങ്കിപ്പനി അടക്കമുള്ള പകർച്ച പനികൾ എറണാകുളത്ത് പിടിമുറുക്കുന്നു എന്നുള്ളതാണ് കണക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ജാഗ്രത തുടരേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. കൃഷ്ണപ്രിയുണ്ട് വിശദാംശങ്ങളുമായി. കൃഷ്ണപ്രിയ, അല്പം ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ്. എത്തരത്തിലാണ് വിവരങ്ങൾ? അതിന് ആശങ്കയുണ്ടാക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം പുറത്തുവിടുന്നത്. ഈ ആഴ്ച മാത്രം ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത് 210 പേർക്കാണ് എന്ന വിവരമാണ്. ഇത് വളരെയധികം ഗുരുതരമായി നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കാരണം കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ എറണാകുളം, പ്രത്യേകിച്ച് കളമശ്ശേരി, ഇടക്കൊച്ചി ഭാഗങ്ങൾ ഇത്തരത്തിൽ ഡെങ്കിപ്പനി ഹോട്ട്സ്പോട്ടുകളായി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ്. ഇവിടെയൊക്കെയാണ് ഇപ്പോൾ ഡെങ്കിപ്പനി ഇത്തരത്തിൽ വ്യാപകമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ദിനം പ്രതി ജില്ലയിലെ രോഗികളുടെ എണ്ണത്തിൽ വലിയൊരു വർധനവാണുള്ളത്. നമുക്കറിയാം, മഴക്കാലമാണ്. ഇതിനുശേഷം ഇപ്പോൾ കൊതുകുകൾ വ്യാപിക്കാനുള്ള ഒരു സാധ്യത മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ഗുരുതരമായി കാണേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് H1N1. ജില്ലയിൽ ഇപ്പോൾ H1N1 ബാധിച്ച കഴിഞ്ഞ ദിവസമാണ് ആലങ്ങാട്ട് ഒരു കുട്ടി മരിച്ചത്, 4 വയസ്സുകാരൻ മരിച്ചതിന് ശേഷം ഇപ്പോൾ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യ വകുപ്പ് ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇപ്പം ഈ വർഷം ഇതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുകയാണ് 3 പേരാണ് H1N1 ബാധിച്ച് മാത്രം മരിച്ചത്. അതുപോലെ തന്നെ 145 പേർക്ക് H1N1 സംശയിക്കുകയും 11 പേർക്ക് വിവിധ ടെസ്റ്റുകളിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പ് ഇക്കാര്യത്തിൽ കർശനമായ ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിക്കുന്നത്. പനി അതുപോലെ തന്നെ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ചികിത്സ ഒഴിവാക്കി കൃത്യമായി ആശുപത്രികളിൽ ഡോക്ടർമാരുടെ വൈദ്യസഹായം തേടണം എന്ന ഒരു കാര്യമാണ് ഇപ്പോൾ പ്രധാനമായും ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്നത്. ഇത്തരത്തിൽ കൊതുക് നശീകരണവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ശുചിത്വ മാർഗങ്ങളും പാലിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ. ശരി, എറണാകുളത്ത് അല്പം ആശങ്കയാകുന്നുണ്ട് പനി സാഹചര്യം. എന്നിരുന്നാൽ തന്നെയും ആരോഗ്യവകുപ്പ് മുൻകരുതൽ നടപടികളെല്ലാം ഊർജിതമാക്കിയിട്ടുണ്ട്. എല്ലാവരും ജാഗ്രത പാലിക്കണം എന്നുള്ളത് തന്നെയാണ്. കൃഷ്ണപ്രിയയാണ് വിശദാംശങ്ങൾ നൽകിയത്.